തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിൽ വളരെ നടുക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ട് ജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് മരിച്ചത് നവാസ് എന്ന് പറയുന്ന വ്യക്തിയും രാഹുൽ എന്ന വിദ്യാർത്ഥിയുമാണ്. നവാസ് അദ്ദേഹം ഒരു കട ഉടമയാണ്. അദ്ദേഹം കടയിൽ നിന്നും വീട്ടിലേക്ക് ഈ വാഹനത്തിൽ വളയുന്ന ഇടയ്ക്കായിരുന്നു ഈ രാഹുൽ വളരെ വേഗത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇടിച്ചത്. അങ്ങനെ രണ്ടുപേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അമിത വേഗത തന്നെയാണ് ഇവിടെ വില്ലനായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു, അതിന് യാതൊരു കുറവുമില്ല. കഴിഞ്ഞ ദിവസത്തെ ഈ അപകടത്തിൽ ഏറ്റവും വില്ലനായത് അമിത വേഗത തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓരോ ദിവസവും റോഡ് അപകടങ്ങൾ ഇത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുരക്ഷയുമില്ല, റോഡിൽ ഇറങ്ങുന്നവരുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്ന രീതിയിൽ കാര്യങ്ങളായിരിക്കുന്നു. യാതൊരു രീതിയിലുള്ള ട്രാഫിക് നിയമങ്ങളൊന്നും യാതൊരു രീതിയിലും പാലിക്കാതെ വളരെ അമിത വേഗതയിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യാത്ര തുടരുന്നു. അത് റോഡുകൾ പലപ്പോഴും ഒരു അപകട കെണിയായിട്ട് മാറുന്നു. അങ്ങനത്തുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിലെ അത്താണി നഷ്ടമാകുമ്പോൾ അത് ആ കുടുംബത്തിലുള്ളവരെ വലിയ രീതിയിൽ വേദനയിൽ ആഴ്ത്തുന്ന സംഭവം. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കുന്ന അപകടം രണ്ടുപേരാണ് മരിച്ചത്. ഒന്ന് പുതുക്കുറിശ്ശി സ്വദേശി നവാസ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അതുപോലെ തന്നെ മക്കൾ ഒക്കെ അനാഥരായിരിക്കുന്ന സാഹചര്യം. മാത്രമല്ല നവാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം അടുത്ത മാസം നടക്കാനിരിക്കുകയായിരുന്നു. ഈ ഒരു അപ്രതീക്ഷിത വിയോഗം അദ്ദേഹത്തെ തേടിയെത്തിയത് ആ ഒരു വിവാഹ തിരക്കുകളിലേക്ക്, അതായത് ഒരു പിതാവെന്ന നിലയിൽ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ഈ വിധി അല്ലെങ്കിൽ ഈ ഒരു അപകടം കവർന്നെടുത്തത്, അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നെടുത്തത്. അപ്പോ 3 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്. അവര് അനാഥരാകുന്ന തരത്തിലേക്ക് ഈ ഒരു അപകടം എത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഉറ്റവരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ഈ ഒരു അപകടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള അപകടത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായപ്പോൾ അത് ഉറ്റവർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയാവുന്നവർക്കും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. മാത്രമല്ല അപകടത്തിൽ മരിച്ച രണ്ടാമത്തെ വ്യക്തി രാഹുൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ഒരു 21 വയസ്സുകാരനാണ്. വർക്കല സ്വദേശിയാണ്. ഇത്തരത്തിൽ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കഴക്കൂട്ടം മരീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു രാഹുൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഏക മകനാണ്. മാതാപിതാക്കൾക്കൊക്കെ വളരെ കാത്തിരുന്ന് കിട്ടിയ ഏക മകനാണ്. അപ്പോൾ ഏക മകന്റെ വിയോഗം ആ വീട്ടുകാരെയും വളരെയധികം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വാഹന അപകടത്തിൽ 2 ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യം, അത് 2 കുടുംബങ്ങളെ ഒരേ രീതിയിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു പരാതി, പുതുക്കുറിശ്ശി അതുപോലെ തന്നെ കഠിനംകുളം ദേശീയപാത റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് എന്നൊരു പരാതി കൂടി ഇവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ, മാത്രമല്ല ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകട കെണി ഒരുക്കുകയാണ് റോഡ് എന്ന് തന്നെയാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം എന്നതല്ലാതെ, ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായിക്കാം എന്നതല്ലാതെ മറിച്ചൊരു കാര്യം, അതായത് മറ്റുള്ളവർക്ക് നിസ്സഹായരാകുന്ന അവസ്ഥ. അപ്പോൾ റോഡ് നിയമങ്ങൾ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുന്നവരെ ഒന്ന് ബോധവൽക്കരിക്കുക, അത് വലിയൊരു ദൗത്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ മരണങ്ങൾ സംഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാന വില്ലനായി മാറുന്നത് റോഡ് അപകടങ്ങൾ തന്നെയാണ്. റോഡ് അപകടങ്ങൾ ഒരുപാട് ജീവനുകളാണ് പൊലിയുന്നത്. മാത്രമല്ല എത്രയോ പേർക്കാണ് അവർക്ക് അപകടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. അങ്ങനെ റോഡ് അപകടങ്ങൾ വീണ്ടും ഓരോ ദിവസവും തോറും എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിലുള്ള അപകടം റോഡുകളിൽ സംഭവിക്കുന്നുണ്ട്. അല്ല ഏറ്റവും വില്ലനാകുന്നത് അമിത വേഗത, ഒന്ന് അശ്രദ്ധ, അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, റോഡ് നിയമങ്ങൾ പാലിക്കാത്തത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, അശ്രദ്ധ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപകടങ്ങളിലേക്ക് അവരെ നയിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പൊ ഇതിനെല്ലാം ബോധവൽക്കരണമുണ്ട്, നിയമങ്ങളുണ്ട്. ഇപ്പോ അത്തരത്തിൽ റോഡ് നിയമങ്ങൾ തെറ്റിച്ചാൽ അതിന് തക്ക ശിക്ഷയുണ്ട്. എങ്കിൽ പോലും അത് പലപ്പോഴും പാലിക്കാത്ത സാഹചര്യമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ യുവതലമുറയെ സംബന്ധിച്ച് അവർക്കെതിരെയും പരാതികൾ ഉയരുന്നു. യുവതലമുറ, അതായത് ജെൻസി കുട്ടികളെന്ന് പറയുന്ന കുട്ടികളടക്കമുള്ളവർ, അവരുടെ കയ്യിൽ വാഹനം കിട്ടിയാൽ പിന്നെ നമ്മളോട് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർഡ് മെമ്പർ കബീർ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികൾക്കൊക്കെ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ 18 വയസ്സ് കഴിഞ്ഞുള്ള ഈ
യുവാക്കൾക്ക് വാഹനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം അവരാണ് ആ റോഡിലെ രാജാക്കന്മാരെന്നാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് അവരുടെ പോക്കും റോഡിലൂടെയുള്ള വരവും ഒക്കെ. പലപ്പോഴും റോഡുകളെ ഒരു ഇത് കളിക്കളമായിട്ട് അമിത വേഗത്തിൽ യാത്ര ചെയ്യുന്നത്, റീൽസ് ആക്കുന്നു, അത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും അപകടകാരികൾ ഈ യുവതലമുറ, അതായത് ഈ ബൈക്കുകളുമായിട്ട് വളരെ വേഗത്തിൽ വളരെ സ്പീഡിൽ കണ്ണടച്ച് തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിൽക്കുന്ന വ്യക്തി അങ്ങറ്റം എത്തുന്ന രീതിയിലുള്ള വാഹനം ഓടിക്കൽ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, ഭയപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ റോഡിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള അപകടങ്ങളൊക്കെ ഈ റോഡുകളിൽ, നിരത്തുകളിൽ മരണക്കെണി ഒരുക്കി കാത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നിയമം ശക്തമാക്കുക, അത് മാത്രമല്ല ഒരു ബോധവൽക്കരണം അവർക്ക് നൽകുക, വാഹനവുമായി റോഡിൽ ഇറങ്ങുന്നവർക്ക് അത് കുറച്ചുകൂടി ഇങ്ങനെ പോയാൽ ഒരു അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ വാഹനം ഓടിച്ചാൽ അത് അപകടത്തിലേക്ക് നയിക്കും, എനിക്ക് മാത്രമല്ല അപകടം, മറ്റൊരു ജീവനും കൂടി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായാൽ ഒരുപാട് വാഹന അപകടങ്ങൾ കുറയ്ക്കാനാകും. നിയമമൊക്കെ ആവശ്യത്തിന് അധികമുണ്ട് നാട്ടിൽ, പക്ഷെ അത് പാലിക്കാനും അത് പാലിക്കപ്പെടാനുമുള്ള ഒരു നിസ്സംഗത, അതായത് നിയമങ്ങളോട് മുഖം തിരിക്കുന്ന അവസ്ഥ, അത് പലപ്പോഴും വില്ലനായി മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഈ സാഹചര്യം, 2 കുടുംബങ്ങൾ അനാഥരാകുന്ന സാഹചര്യം, ആ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം അത് നികത്താനാകാത്തത് തന്നെയാണ്. അതെങ്ങനെ നികത്തും എന്നത് ഒരു ചിന്തയാണ്. 2 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും വർദ്ധിക്കാതിരിക്കട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ഇപ്പോൾ പല റോഡുകളുടെ അവസ്ഥയും ഒരു പ്രധാന ഘടകം തന്നെയാണ്, അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. റോഡുകൾ എത്തരത്തിലാണ് ആയിരിക്കുന്നത്, റോഡിലെ കുണ്ടും കുഴിയും അതുപോലെ തന്നെ റോഡിന്റെ ഒരു അവസ്ഥയും ഒക്കെ പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുണ്ടും കുഴിയിലും ഒക്കെ വീണിട്ട് മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ റോഡിന്റെ അവസ്ഥ അത് അധികൃതർ തന്നെയാണ്, അവരുടെ അത്തരത്തിൽ എന്തെങ്കിലും അപകടാവസ്ഥ മുന്നിലുണ്ടെങ്കിൽ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാൻ അവരുടെ സഹായം അഭ്യർത്ഥിക്കുക, അങ്ങനെ ചെയ്യാവുന്നതാണ്. മറിച്ച് വാഹനവുമായിട്ട്, അല്ലെങ്കിൽ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന ഓരോ ഡ്രൈവർമാരും നമുക്ക് മുന്നിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന രീതിയിൽ തന്നെ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ജീവനും നമ്മൾ കാരണം മറ്റൊരു ജീവനും പൊലിയരുത് എന്ന ഉദ്ദേശത്തോടെ, എന്ന ചിന്തയോടെ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു അപകടം കുറയ്ക്കാനാവും. മാത്രമല്ല ഇപ്പോൾ KSRTC ബസ് പോയി, അതായത് ഈ KSRTC ബസ് വരുത്തുന്ന അപകടങ്ങൾ, പല KSRTC ബസ്സുകളും വളരെ സ്പീഡിലാണ്, അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, വലിയ സ്പീഡിൽ, അതായത് KSRTC ഈ നിരത്തിൽ പാഞ്ഞ് ഒരു ട്രെയിനിന്റെ അത്രയും വേഗത്തിൽ പോകുന്ന KSRTC ബസ്സുകളുണ്ട്. അത് വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ പിന്നോട്ടുള്ള ചരിത്രങ്ങൾ, വാർത്തകളൊക്കെ എടുത്ത് നോക്കി അറിയാൻ സാധിക്കും എത്ര KSRTC ബസ്സുകൾ അമിത വേഗതയിലെത്തി ഒരുപാട് സമീപത്തോടി പോകുന്ന കുഞ്ഞു വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തില് KSRTC ഉണ്ടാക്കുന്ന അപകടങ്ങളും ചെറുതൊന്നുമല്ല, വലുത് തന്നെയാണ്. അമിത വേഗത്തിൽ പാഞ്ഞ് ഓവർടേക്ക്, ഈ കുഞ്ഞു റോഡുകളിൽ കൂടിയൊക്കെ KSRTC ബസ്സുകൾ നടത്തുന്ന ഓട്ടം, അത് കാണുമ്പോൾ തന്നെ ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്കും ഭയമാണ്, സമീപത്തുകൂടി പോകുന്ന യാത്രക്കാർക്കും ഭയമാണ്. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ചില ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ, KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ പോകുന്നതിനോടൊപ്പം തന്നെ സമീപത്തൂടി പോകുന്ന വാഹനം അവരാണെങ്കിൽ ആ ഡ്രൈവറെ തെറി വിളിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത്രയും സ്പീഡിൽ എവിടെ പോകുന്നു എന്ന തരത്തിൽ ഡ്രൈവർമാരെ തെറി വിളിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് അമിത വേഗത, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അപകടം സൃഷ്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരും സ്വയമായിട്ട് ബോധവൽക്കരിക്കപ്പെട്ട് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കും.